ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന മനുഷ്യരുടെ പട്ടിക പരിശോധിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് ഉദയസൂര്യൻ്റെ നാട്ടിലേക്കാണ്. അതിന് അവിടുത്തുകാർക്ക് കാണിച്ചു തരുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ശരാശരി 100 വർഷം വരെയാണ് ഒരു ജപ്പാൻ പൗരൻ്റെ ആയുർദൈർഘ്യം. ലോകത്തിനാകെ മാതൃകയാണ് ജപ്പാൻ എന്ന രാജ്യം. ലോകത്ത് അതിജീവന മാതൃക തേടുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ചരിത്രമാണ് ജപ്പാൻ്റേത്. ഉദയസൂര്യൻ്റെ നാടെന്ന് അറിയപ്പെടുന്ന ജപ്പാൻ തകർച്ചയുടെ അടിവേരുകളിൽ നിന്ന് പ്രതീക്ഷയുടെ സൂര്യപ്രഭയിലേക്ക് ഉദിച്ചുയർന്നത് തകരാത്ത ആത്മവിശ്വാസവും പ്രതീക്ഷയും മാത്രം കൈമുതലാക്കിയാണ്. രണ്ടാം ലോക മഹായുദ്ധവും അണുബോംബും സുനാമിയും ഭൂമികുലുക്കവുമെല്ലാം തകർത്തെറിഞ്ഞ രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പിന്നിൽ അവരുടെ ജനതയുടെ പ്രചോദനാത്മകമായ ജീവിതവും കീഴടങ്ങാൻ തയ്യാറാവാത്ത മനക്കരുത്തുമാണുള്ളത്. ഇന്ന് ലോകത്തിലെ സാങ്കേതിക മേഖലയുൾപ്പെടെ എല്ലാ വികസന സൂചികകളിലും ഏറെ മുന്നിലാണ് ജപ്പാൻ. മാത്രമല്ല, ആയുർദൈർഘ്യം കൂടി രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിലുണ്ട് ഈ രാജ്യം. എങ്ങനെയാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമായത് എന്ന് നോക്കാം. ഈ അന്വേഷണം നമ്മളുടെ ചിന്താ പദ്ധതികളെ തന്നെ മാറ്റിമറിക്കുന്ന ഉത്തരത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. സ്പെയിൻകാരായ ഹെക്ടർ ഗാർഷ്യയും ഫ്രാൻസിസ് മിറാലയും 2016 എഴുതിയ പുസ്തകത്തിലൂടെയാണ് ഈ ജാപ്പനീസ് ജീവിത രഹസ്യത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. ദീർഘകാലം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജപ്പാൻകാർ ജീവിച്ചിരിക്കുന്നതിൻ്റെ രഹസ്യം തേടി ഇവർ നടത്തിയ അന്വേഷണം അവസാനിച്ചത് ഇക്കിഗായ് ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന പുസ്തകത്തിലാണ്. ആദ്യം സ്പാനിഷിലും പിന്നീട് ഇംഗ്ലീഷിലും മൊഴിമാറിയെത്തിയ ഈ പുസ്തകം ഇന്ന് ലോകമെങ്ങും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങളിലൊന്നാണ്. സദാ പ്രവർത്തന നിരതരായിരിക്കുന്നത് നിങ്ങളെ 100 വർഷം ജീവിക്കാൻ പ്രാപ്തരാക്കും എന്ന ജാപ്പനീസ് പഴമൊഴിയുടെ ചുവട് പിടിച്ചുള്ള ജീവിത സങ്കല്പത്തെയാണ് ഇക്കിഗായ് എന്ന് വിളിക്കുന്നത്. ജാപ്പനീസ് ഭാഷയിൽ ഇക്കി എന്നാൽ ജീവിതമെന്നും ഗായ് എന്നാൽ ലക്ഷ്യം എന്നുമാണ് അർത്ഥം. ഇക്കിഗായിയെക്കുറിച്ച് ഹെക്ടറും ഫ്രാൻസിസും ചേർന്നെഴുതിയ രണ്ടാമത്തെ പുസ്തകമാണ് ദി ഇക്കിഗായ് ജേണി. ആദ്യത്തെ പുസ്തകത്തിൽ ഇക്കിഗായിയെ പരിചയപ്പെടുത്തുന്നതിലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ പുസ്തകം ഇതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നാണ് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം ഏകദേശം 2 ലക്ഷത്തോളം പേർ മരിച്ച ജാപ്പനീസ് ദ്വീപാണ് ഒക്കിനാവ. ഇതിൻ്റെ വടക്കേ അറ്റത്തുള്ള പട്ടണമായ ഒഗിമിലിയിലാണ് ലോകത്ത് ഏറ്റവും ആയുർദൈർഘ്യം കൂടിയ മനുഷ്യരുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 3000-ഓളം പേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിൽ പലരും തന്നെ 100 വർഷത്തിലേറെ പ്രായമുള്ളവരും ഇപ്പോഴും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നവരുമാണ്. ഇക്കിഗായിയെ പുസ്തകത്തിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഹെക്ടറും ഫ്രാൻസിസും ആയുരാരോഗ്യ രഹസ്യം അന്വേഷിച്ചെത്തിയത് ഒക്കിനാവയിലെ ഈ ഗ്രാമത്തിലായിരുന്നു. പുറത്തുനിന്നെത്തുന്നവരെ ഒക്കിനാവക്കാരുടെ സഹൃദയത്വം വിസ്മയിപ്പിക്കുന്നതാണ്. നിറഞ്ഞ സന്തോഷത്തോടെയാണ് അവർ പുതിയ മനുഷ്യരെ സ്വീകരിക്കുക. സന്തോഷവാന്മാരും പ്രവർത്തന നിരതരുമായ മനുഷ്യർ. ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞ ഷിക്കുവാസ എന്ന ഫ്രൂട്ട് ആണോ അതോ ഇവിടുത്തെ ശുദ്ധമായ വെള്ളമാണോ ദീർഘായുസിൻ്റെ രഹസ്യമെന്ന് ആദ്യം ഇവർ അന്വേഷിച്ചു. എന്നാൽ അവിടുത്തെ ജനങ്ങളുമായി അടുത്തിടപഴകിയതോടെ ആ രഹസ്യത്തിൻ്റെ വാതിൽ തുറക്കുവാനായി. അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലാണ് ആ അമൂല്യ രഹസ്യമുള്ളതെന്ന് അവർ കണ്ടെത്തി. അവർ മനസ്സിലാക്കിയ ആ ജീവിത രഹസ്യമാണ് ഇക്കിഗായ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ഒരാൾക്ക് രാവിലെ എഴുന്നേൽക്കുന്നതിനുള്ള കാരണം അയാളുടെ ഇക്കിഗായ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓരോരുത്തരും അവരുടെ ഇക്കിഗായ് തിരിച്ചറിയുന്നതോടെ ജീവിത ദൗത്യവും അഭിനിവേശവും പ്രവൃത്തിയും തൊഴിലുമെല്ലാം പരസ്പരം ഭാവനാത്മകമായി ഇഴുകിച്ചേർന്നിരുന്നു. ഇതോടെ ഓരോ ദിവസവും അർത്ഥപൂർണമാവുകയും ചെയ്യും. ഇങ്ങനെ രാവിലെ ഉണരുന്നതിനുള്ള കാരണം തന്നെ അവരവരുടെ ഇക്കിഗായ് ആയി മാറുന്നു. എന്താണ് എൻ്റെ ഇഷ്ടം? ഇതെനിക്ക് ഭംഗിയായി ചെയ്യാനാവുമോ? ഇത് ജീവിതമാർഗമാക്കാനാവുമോ? ഇത് സമൂഹത്തിന് ഗുണകരമാകുമോ? എന്നീ 4 ചോദ്യങ്ങളിലൂടെ ഓരോരുത്തരും അവരവരുടെ ഇക്കിഗായ് കണ്ടെത്തുന്നു. ജീവിക്കുന്നതിനുള്ള ശരിയായ ലക്ഷ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നത് അസാധ്യമാണ്. ആത്മീയത പ്രായോഗികതയുമായി ഇഴചേരുന്ന ജീവിതാവിഷ്കാരം കൂടിയാണത്. ആവശ്യത്തിന് ആഹാരം, ഉറക്കം, ചെറുതായ വ്യായാമം, സൗഹൃദങ്ങൾ, സുരക്ഷിതമായ സാമൂഹിക ജീവിതം, ഇതെല്ലാം ചേരുന്ന സന്തുഷ്ട ജീവിതം. ഒക്കിനാവയിലെ ജനങ്ങൾ ഓരോ മാസവും പണം സമാഹരിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യത്തിനായി വിനിയോഗിക്കും. അതൊരു സൽക്കാരമോ കായിക വിനോദമോ എന്തുമാകാം. ഇതിനുശേഷം ബാക്കി വരുന്ന തുക കൂട്ടത്തിലെ ഏറ്റവും ആവശ്യമുള്ള ഒരാൾക്ക് വീതിച്ച് നൽകും. ആർക്കെങ്കിലും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആ തുക എല്ലാവരും ചേർന്നാണ് നൽകുന്നത്. ഇങ്ങനെ വേറിട്ടതും കൂട്ടായതുമായ ഒട്ടേറെ വഴികളിലൂടെ കെട്ടിപ്പടുത്ത ശക്തമായ സമൂഹമാണ് ഇവരുടെ സംതൃപ്തവും സുദീർഘവുമായ ജീവിതചക്രത്തിന് കരുത്താകുന്നത്. ജപ്പാനിൽ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റുകൾ വളരെ ചെറുതാണ്.
80% മാത്രമേ വയറു നിറയ്ക്കാവൂ എന്നതാണ് ജപ്പാൻകാരുടെ മറ്റൊരു ജീവിത വിജയസൂത്രം. കുറച്ചു കഴിച്ചാൽ ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിക്കാമെന്ന തത്വമാണ് ഇതിന് പിന്നിൽ. താൽക്കാലികമായി സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിലല്ല, ദീർഘകാല സന്തോഷത്തിലുള്ള കാര്യങ്ങളിലാണ് ഇവർ കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഒപ്പം പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നുള്ള ജീവിതവും. ജാപ്പനീസ് മാംഗ കാർട്ടൂണുകളുടെ പിതാവായ ഒസാമു ടെസൂക്ക മരിച്ചു വീഴുന്നതിന് തൊട്ടു മുൻപ് വരെ കാർട്ടൂൺ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്ക്. യന്ത്രമനുഷ്യരെ ഉൽപാദന രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. എന്നാൽ ഏറ്റവും സൂക്ഷ്മമായ തലത്തിലുള്ള ചില ജോലികൾ ഇപ്പോഴും വൈദഗ്ധ്യമുള്ള മനുഷ്യർ തന്നെ ചെയ്യുന്ന രാജ്യം കൂടിയാണിത്. യന്ത്രഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക സ്ക്രൂകൾ പോലുള്ളവ ഇപ്പോഴും ഇവിടെ കൈകൾ കൊണ്ടുണ്ടാക്കുന്നവയാണ്. ഇതിനർത്ഥം യന്ത്രത്തെക്കാൾ കൃത്യവും സൂക്ഷ്മവുമായ കൈവഴക്കം ഇവർക്കുണ്ടെന്നാണ്. ചെയ്യുന്ന ജോലിയിലുള്ള പൂർണ്ണമായ സമർപ്പണത്തിലൂടെ മാത്രം സാധ്യമാവുന്ന ഒന്നാണിത്. ഈ കഴിവ് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതിനുള്ള ഉത്തരം ഇതാണ്: അവരുടെ ഇക്കിഗായ് എന്ന് ഒന്ന് മാത്രമാണ്. ഓരോ നിമിഷവും ക്രിയാത്മകമായി വിനിയോഗിക്കുന്നു എന്നതാണ് 100 വർഷം വരെ ജീവിച്ചിരിക്കാൻ ജപ്പാൻ ജനതയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ചെയ്യുന്ന കാര്യങ്ങളിൽ പരിപൂർണമായ ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നവരാണ് ജപ്പാൻകാർ. ചെയ്യുന്ന ജോലിയിൽ 101% ആത്മാർത്ഥതയും 101% റിസൾട്ടും, ഉന്നതമായ ഗുണമേന്മ, ശ്രമിച്ചാൽ ആർക്കും സാധ്യമാകുന്ന ഈ കാര്യങ്ങളാണ് ജപ്പാൻ എന്ന രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചത്. അവിടെയാണ് ജപ്പാനിലെ മനുഷ്യർ അത്ഭുതമായി തോന്നിയിട്ടുള്ളത്. തങ്ങളുടെ ജീവിതം പൂർണ്ണമായി കാർന്നു തിന്നുന്ന ഒന്നാണ് ജോലിയെങ്കിൽ കൂടി 101% പരിപൂർണ സമർപ്പണത്തോടെ അവരത് ചെയ്യുന്നു. സ്വന്തം ജീവിതത്തെ രണ്ടാമത് നിർത്തി ജോലിയെ ഒന്നാമത് നിർത്തുന്നു. ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് ചാവേർ ബോംബായി പോകുന്നതിൽ യാതൊരു തടസ്സവും പറയാതെ അത് ചെയ്യാൻ തയ്യാറായ ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്ന അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഉൾപ്പെടെയുള്ളവർ. ജോലി മാനസികാരോഗ്യം നിർമ്മിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ. മറ്റുള്ളവർ ആരും സമീപമില്ലെങ്കിൽ ജോലിയിൽ വേഗം കുറയ്ക്കുക, ഉഴപ്പുക, ആത്മാർത്ഥത അഭിനയിക്കുന്നത് നിർത്തുക എന്നിങ്ങനെ ചെയ്യുന്നതെല്ലാം നാട്ടിൽ സാധാരണ കാഴ്ചയാണ്. എന്നാൽ ജപ്പാനിൽ അത്തരം കാര്യങ്ങൾ തീരെയില്ല. ആര് സമീപത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിൽ പോലെയാണ് അവർ ജോലി ചെയ്യുന്നത്. ജോലി തീരേണ്ട സമയത്തിന് എത്രയോ മുൻപേ അത് പ്രഗത്ഭമായി ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്ന രീതിയും അവിടെയുണ്ട്. ഇക്കാരണങ്ങളൊക്കെ കൂടി ചേർത്ത് വായിച്ചാലും ജപ്പാൻ ജനതയുടെ ആയുർദൈർഘ്യം കൂടുന്നതിലേക്കുള്ള കാരണങ്ങളിലേക്കാണ് വഴി തുറക്കുന്നത്. ഹൈസ്കൂൾ മുതൽ ഇവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ജോലി ചെയ്തു തുടങ്ങുന്നു. നല്ല ജോലി, ചീത്ത ജോലി, ഉന്നത ജോലി, താഴ്ന്ന ജോലി, അങ്ങനെയുള്ള യാതൊരു വേർതിരിവുകളും ചിന്തകളും അവർക്കില്ല. ചിലപ്പോൾ ജോലി ആത്മീയതയാണെന്നും തോന്നാറുണ്ട്. ചിലപ്പോഴത് ശാരീരികമായും മാനസികമായും വളരെയധികം തളർത്തുന്ന വലിയൊരു കഠിനാധ്വാനമാണെന്നും തോന്നും. എങ്കിലും ജോലികൾ പാഠങ്ങളും അനുഭവങ്ങളുമാണ്. മാത്രമല്ല, പല പല രാജ്യങ്ങളിലെ മനുഷ്യരുമായി ഇടപഴകുവാനും ഒന്നിച്ച് ജോലി ചെയ്യുവാനും ജപ്പാൻകാർക്ക് ഏറെ അവസരം ലഭിക്കുന്നുണ്ട്. ജപ്പാനിൽ ജീവിച്ചാൽ ഓരോ വ്യക്തിക്കും പൊതുസമൂഹത്തിനും വേണ്ട ഒരുപാട് നല്ല ഗുണങ്ങൾ സ്വാഭാവികമായും ജനങ്ങളിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്. സംസ്കാരം സ്വാധീനിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ രസകരമായൊരു കാര്യം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധിസത്തിലൂടെ ഭാരതത്തിൽ നിന്നുമാണ് അതെല്ലാം ഇവിടെ എത്തിച്ചേർന്നതെന്നുള്ളതാണ്. പഴയ ചക്രവർത്തിമാർ ഇവിടെ ബുദ്ധ തത്വങ്ങളും ജീവിതശീലങ്ങളും ഉത്തരവുകളായി ഇറക്കി. അവ നിർബന്ധമായും പരിശീലിപ്പിച്ച് നടപ്പിലാക്കുകയും ചെയ്തു. അടിസ്ഥാനപരമായി അത് ഇവിടുത്തെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു. ദൈവമോ മതമോ ഒന്നും തന്നെ മനുഷ്യജീവിതത്തെയോ പൊതുസമൂഹത്തെയോ ബാധിക്കുന്ന പ്രതിബന്ധങ്ങളായി മാറാൻ അനുവദിക്കാതെ അതിലെ മൂല്യങ്ങളും സദ്ഗുണങ്ങളും മാത്രം പൂർണ്ണമായും എടുത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം സമൂഹമാണ് ജപ്പാനിലുള്ളത്.